നമസ്കാരം. കേരളത്തിൽ സ്ഥിരതാമസമാക്കുന്ന പണ്ടേ തന്നെ സ്ഥിരതാമസമാക്കിയ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ മലയാളികൾ തന്നെയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരവരുടെ സംസ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് കേരളത്തിൽ ഇനി ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ചതാണ്. കാരണം കേരളമാണ് ഏറ്റവും നല്ല സ്ഥലമെന്നാണ് അവർ പറയുന്നത്. എത്രയോ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ നാട്ടിൽ സ്വപ്നം കാണാൻ പോലും കഴിയുന്നില്ല അത്രേ. അല്ലെങ്കിൽ ഇവിടുത്തെ റേഷൻ സംവിധാനം പോലും എത്രയോ നല്ലതാണ്. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും, ഗതാഗത സൗകര്യങ്ങൾ പോലും നമുക്ക് അറിയാം എങ്ങനെയാണെന്ന്. പക്ഷേ അവരുടെ നാടുകളിൽ നിന്ന്, യു പിയിലെയും ബീഹാറിലെയും ഒക്കെ ഉൾനാടുകളിൽ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗ്ഗമാണ്. അല്ലെങ്കിൽ നമ്മൾ ദുബായ് സിറ്റിയിൽ പോയി നിൽക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുക. വളരെ നല്ല ആളുകളാണ് ഇവിടെ. അല്ലെങ്കിൽ കേരളത്തെക്കാളും നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ്? മറ്റൊരു കാര്യം, അവർക്ക് എങ്ങനെ ഇവിടെ ഒരു വീട് വെച്ച് വളരെ സുഖമായി സന്തോഷമായി അല്ലെങ്കിൽ ചിലവുകളൊക്കെ കയ്യിൽ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? മലയാളികൾക്ക് സാധിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു സാധാരണ ജോലിക്ക് പോകുന്ന ഒരാൾ ഒരു മാസം ഒരു 25,000 രൂപയൊക്കെ കിട്ടിയാൽ പോലും അതുകൊണ്ട് അയാൾക്ക് ജീവിച്ചു പോകാമെന്നല്ലാതെ അതിൽ നിന്നൊരു സേവിങ്സ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഒരു വീട് പണിയുക? അല്ലെങ്കിൽ കുറച്ച് സ്ഥലം മേടിക്കുന്നത് എങ്ങനെയാണ് ലോൺ എടുക്കാതെ ഒരു വീടും കാറും ഒക്കെ വാങ്ങുക? നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഒരു ലോണും എടുക്കാതെ സേവിങ്സ് കൊണ്ട് മാത്രം ഏതാനും വർഷം കൊണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ചിലർക്ക് ഇവിടെ സുഖമായിട്ട് വീട് വയ്ക്കാനും സ്ഥലം വാങ്ങി വീട് വയ്ക്കാനും സുഖമായിട്ട് ജീവിക്കാനും കടമില്ലാതെ ജീവിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അവരൊരു സ്വർഗത്തിലെത്തിയ മട്ടാണ്. അവർ ഈ പറയുന്ന ഒരു പ്രശ്നവും, നമ്മൾ പറയുന്ന ഒരു പ്രശ്നവും അവർക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? മലയാളികളുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണോ? അതായത് മലയാളി ഇവിടെ ജീവിക്കുന്നതും ഇവിടെ വന്ന് സെറ്റിൽഡായിട്ട് ജീവിക്കുന്ന ഒരു അതിഥി തൊഴിലാളിയും രണ്ട് തരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ഇവിടെ സ്ഥിരമായി ജീവിക്കുന്നവരെ ഇനി അതിഥി തൊഴിലാളി എന്ന് പറയേണ്ട കാര്യമില്ല, അവരിവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ നമ്മളിതൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരു അതിഥി തൊഴിലാളി ആദ്യമായിട്ട് കേരളത്തിൽ വന്ന് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്കറിയാം. വളരെ കുടിസ് മുറികളായിരിക്കും, ഷെയർ ചെയ്തായിരിക്കും. ഒരു മുറിയിൽ തന്നെ ഒരുപാട് പേരൊക്കെ ഒതുങ്ങിക്കൂടിയൊക്കെയായിരിക്കും ജീവിക്കുന്നത്. വളരെ പരിമിതമാണ് സൗകര്യങ്ങൾ. എന്നാൽ പിന്നീട് കേരളീയർ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കണ്ടിട്ട് അവരും ദിവസവും കുളിക്കുക, പല്ല് തേക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ അവരും തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ബീഹാർ പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്നവർ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അതായത് നമ്മുടെ വൃത്തിയും വിനയും ഒക്കെ അവർ കണ്ടുപഠിക്കുന്നുണ്ട്. എന്നാലും ഒരു ആദ്യമൊക്കെ ജീവിക്കുന്നത് ഈ പറയുന്നത് പോലെ ഉരുളക്കിഴങ്ങും പരിപ്പും അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ച് വളരെ തുച്ഛമായ അല്ലെങ്കിൽ ലളിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ലതുപോലെ അധ്വാനിച്ച് അവർ പരമാവധി സേവിങ്സ് ഉണ്ടാക്കുകയാണ്. കുറേ അധികം ആളുകൾ ഈ പണം കൊണ്ട് നാട്ടിലേക്ക് പോകുന്നു, നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. കാരണം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പോലെയാണ്. അതായത് അവരുടെ നാട്ടിൽ അതൊരു വലിയ തുകയാണ്. ജീവിത ചെലവുകൾ അവിടെ കുറവാണ്, വളരെ ദരിദ്രമായ ചുറ്റുപാടുകളാണ്. ഈ പണം അവിടെ ചെന്നാൽ വലിയ തുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ രാജാവായിട്ട്, അവരുടെ നാട്ടിലെ രാജാവായിട്ട് ജീവിക്കാം. അതുകൊണ്ട് മിക്കവരും തിരിച്ചു പോകുന്നു. എന്നാൽ കുറേ പേര് ഈ നാടിൻ്റെ ഗുണമൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്നാൽ മതി എന്നങ്ങ് തീരുമാനിക്കുന്നു. ചിലർ പറയാറുണ്ട് മലയാളികൾ ഒരുപാട് വിവേചനം കാണിക്കാറുണ്ട്. അതിൽ ശരിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ഇതേ മലയാളി തന്നെ വിദേശത്ത് പോയിട്ട് അവർ ഞങ്ങളോട് വിവേചനം കാണിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പുച്ഛമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതപിക്കും. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഈ പറയുന്നവർ ഇന്ത്യക്കാർ തന്നെയാണ്, എന്നിട്ടാണ് നമ്മൾ ഈ വിവേചനം അവരോട് ചിലരെങ്കിലും കാണിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി ഇവിടെ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു അതിഥി തൊഴിലാളി എന്താണ് ചെയ്യുക? ആദ്യം തന്നെ ബാങ്കിലേക്ക് പോയിട്ട് ഒരു ലോൺ അങ്ങ് എടുക്കും വീട് പണിയാനുള്ള. എന്നിട്ട് സ്ഥലം വാങ്ങും, വീടങ്ങ് പണിയും. പിന്നെ ഈ ലോൺ അടച്ചു തീർക്കാനായിട്ട് എന്നും പണിക്ക് പോകും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അവരുടെ കയ്യിൽ ഒരു വീട് പണിയാൻ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ആവശ്യമായ പണം വരുന്നത് വരെയും അവർ അധ്വാനിക്കും. വളരെ സാധാരണമായ സാഹചര്യങ്ങൾ കഷ്ടപ്പെട്ട് നിന്നുകൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കും. ആവശ്യമായ തുകയാകുമ്പോൾ ഏറ്റവും പോഷ് ഏരിയ ഒന്നും നോക്കാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് താങ്ങാനാവുന്ന രീതിയിൽ തരക്കേടില്ലാത്ത ഒരു സ്ഥലം, വീടൊക്കെ കിട്ടുമ്പോൾ അവരത് വാങ്ങുന്നു അല്ലെങ്കിൽ പണിയിപ്പിക്കുന്നു. എന്നിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. അവർ ചുറ്റുമുള്ള മലയാളികളെ നോക്കിയിട്ട്, മലയാളികളുടെ ഈ മണിമാളികകൾ പലതും കണ്ടിട്ട്, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇവർ ഇതുപോലെ തന്നെയുള്ളൊരു വീട് പണിയണമെന്നല്ല തീരുമാനിക്കുന്നത്. അവർക്കറിയാം ഇങ്ങനെ പണിയാൻ പോയാൽ ഞങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് എൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് വേണം ഞാൻ വീട് പണിയാൻ എന്ന് തീരുമാനിച്ചിട്ട് അവർ വളരെ സാധാരണമായ ഒരു വീടാണ് പണിയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണ്? അവർക്ക് ആരെയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അവരുടെ നാട്ടുകാരല്ലല്ലോ ഇത്. അല്ലെങ്കിൽ ഈ മലയാളികളുടെ മുമ്പിൽ ആളാകണമെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അവരുടെ നാട്ടിൽ അവർ കണ്ടിട്ടുള്ളത് എന്താണ്? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരിവിടെ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ കൊക്കിൽ ഒതുക്കുന്നത് കൊത്തുന്നത് പോലെ ഒരു വീട് പണി തുടങ്ങുന്നു.
അവർക്ക് കടമുണ്ടാകില്ല, പിന്നെയും അവർ ജോലിക്ക് പോകുന്നു, അവരുടെ ചിലവുകളൊക്കെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അതായത് സമാധാനമുണ്ട് അവർക്ക്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാങ്കിലെ ലോൺ എന്തായി, കൂട്ടുപലിശ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് കടമില്ല, ഉള്ളതുകൊണ്ട് അവർ തൃപ്തരാണ്, സുന്ദരമായിട്ട് ജീവിക്കുന്നു. കേരളത്തിൻ്റെ ഗുണങ്ങൾ അവർ ആസ്വദിക്കുന്നു. നല്ല വെള്ളമുണ്ട് ഇവിടെ, പ്രകൃതി നല്ലതാണ്, മഴയുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ. നമ്മളിവിടെ ജനിച്ചു വളർന്നുകൊണ്ടാണല്ലോ ഇതിൻ്റെ ഒന്നും വില നമുക്കറിയാത്തത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു അതിഥി തൊഴിലാളിക്ക് കേരളം വിട്ടു പോകാൻ അവർക്ക് എങ്ങനെയാണ് മനസ്സ് വരിക? ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ടാകും, എന്നാലും അവർ ഇവിടെ ജീവിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിക്കുന്നു. അവർ ക്രമാനുഗതമായിട്ടാണ് എന്ന് പറയാം, ആ രീതിയിലാണ് അവരുടെ പുരോഗതി. അവർ പിന്നെയും പണിയെടുക്കുന്നു, കുറെ കൂടെ കാശ് കിട്ടുമ്പോൾ വീട് ഒന്നുകൂടി അവർ മോടി പിടിപ്പിക്കും, അല്ലെങ്കിൽ കൂടുതൽ പണിയും. അതായത് പതുക്കെ പതുക്കെ മലയാളിക്കൊപ്പം നിൽക്കാവുന്ന രീതിയിൽ അവർ മാറുകയാണ്. അവരുടെ കുട്ടികളൊക്കെ ഇവിടെ തന്നെ വളരുന്നു, മലയാളം പഠിച്ച് മലയാളികളായിട്ട് തന്നെ. അങ്ങനെ അവർ ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ നമ്മളിൽ ഒരാളായിട്ട് അവർ മാറുന്നു. അവരുടെ ജീവിതം സുന്ദരമാണ്, സുഖപ്രദമാണ്, സമാധാനമുണ്ട്. എന്നാൽ നമുക്ക് മലയാളികൾക്ക് ഇത് ഇവിടെ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരാളെങ്ങനെയാണ് വീട് പണിയുന്നത്? അതായത് ഒരു ജോലി കിട്ടി, അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ കിട്ടി ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി തന്നെ കിട്ടിയെന്ന് കരുതുക, ഉടനെ ചെയ്യുന്നത് ബാങ്കിൽ പോയി ഒരു ലോൺ അങ്ങ് എടുക്കുന്നതാണ്. കാറ് വാങ്ങാനും വീട് പണിയാനും സ്ഥലം വാങ്ങാനും ഒക്കെ. അതായത് ഈ ലോൺ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നീട് ജീവിതം മുഴുവൻ ഈ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ലോൺ എടുക്കരുതെന്നാണോ? ഒരിക്കലുമല്ല, അത് തന്നെയാണ് ചെയ്യേണ്ടത്. അയാളുടെ ജീവിതം എന്ന് പറയുന്നത് സമയമാണ്. അപ്പോൾ മുഴുവനായിട്ട് സമ്പാദിച്ചിട്ട് അവസാനം ഒരു വീട് പണിയാമെന്ന് കരുതി കഴിഞ്ഞാൽ, നിങ്ങൾ വയസ്സായിട്ട് നിങ്ങൾ ഒരു വീട് പണിതിട്ട് അതിൽ താമസിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ തന്നെ ഒരു വീട് പണിയാൻ പറ്റിയാൽ അതാണ് നല്ലത്. അതിന് ലോൺ എടുക്കണം. പക്ഷേ എത്ര തുക എടുക്കുന്നു, അതാണ് ഇവിടെ പ്രശ്നം. ഒരു ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടിയ ഒരാൾ നോക്കുമ്പോൾ അയാളുടെ സഹപ്രവർത്തകരൊക്കെ എങ്ങനെയുള്ള വീടാണ് വെച്ചത് എന്ന് നോക്കും. അവരും ലോണിൽ തന്നെ ആയിരിക്കും പലരും കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ചിലർക്ക് പരമ്പരാഗതമായി കുറച്ച് സ്വത്തുള്ളവരൊക്കെ കാണും, കുറെ കൂടെ കഴിവുള്ളവരുണ്ടാകും. അപ്പോൾ അവരുടെയൊക്കെ ഇത് നോക്കിയിട്ട് അതിനൊപ്പമെങ്കിലും നിൽക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചതാകണം എന്നുള്ള രീതിയിൽ അവനവനെ കൊണ്ട് താങ്ങാനാകാത്തൊരു ലോണാണ് എടുക്കുക. ലോണിൽ കാറ്, ലോണിൽ വീട്, ലോൺ എടുത്ത് പോലും സ്ഥലം വാങ്ങുന്നു. ഇങ്ങനെ കടത്തിൽ കുടുങ്ങി ബാങ്കിന് വേണ്ടി പണിയെടുക്കുന്ന റോബോട്ടുകളായിട്ട് പിന്നീട് മാറും. പിന്നെ ഈ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു തത്രപ്പാടാണ്. ഇതിനെല്ലാം പുറമെ ഓരോ വർഷവും ചെല്ലുന്തോറും ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കും. ഓർക്കപ്പുറത്ത് ഓരോ പണികൾ കിട്ടും, അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് വരും. എല്ലാം കൊണ്ടും ജീവിതം നരക തുല്യമാവുകയാണ്. എന്നിട്ട് നമ്മൾ കേരളത്തിൻ്റെ വ്യവസ്ഥകളെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ അത് ശരിയല്ല, അത് ശരിയല്ല, ഭരിക്കുന്നവർ ശരിയല്ല, പിന്നെ എങ്ങനെ ശരിയാവും, അത് ഇത് മാങ്ങാത്തൊലി, മറ്റത് മറിച്ചത്, എല്ലാത്തിനും നമുക്ക് കുറ്റമാണ്. നമ്മുടെ കുറ്റം നമ്മൾ കാണില്ല. ഇതാണ് പ്രശ്നം. 99% മലയാളികളും ഇന്ന് ഈ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. വളരെ പഴയ കാലത്ത് നമ്മൾ കേട്ടിരുന്നത് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്നാണ്. എന്നാൽ ഇന്ന് ഈ മോട്ടിവേഷൻ്റെയൊക്കെ ലോകത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകം തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള മോട്ടിവേഷൻ എന്ന് പറയാം. മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് രണ്ടഭിപ്രായം നിങ്ങൾക്കുണ്ടാകും. ഇത് അവസാനം നമുക്ക് പറയാം. പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ, ഒരു മലയാളി ഇതുപോലെ വീടും കാറും ഒക്കെ അവനവനെ കൊണ്ട് സാധിക്കാത്തത് ചെയ്യുമ്പോൾ അതിൻ്റെ പലിശ ജീവിതകാലം മുഴുവൻ അയാൾ എത്ര അടച്ചു എന്ന് കൂട്ടി നോക്കിയാൽ അവസാനം അയാൾക്ക് മനസ്സിലാവും ഇത് നഷ്ടക്കച്ചവടമായിരുന്നു. കാരണം ആ പലിശ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു എന്നുള്ളത്. എവിടെയാണ് അബദ്ധം പറ്റിയത്? കുറേ വൈകിയാണ് തിരിച്ചറിയുക. ഇതേ പ്രശ്നമാണ് മലയാളി യൂറോപ്പിൽ പോയാലും. അതായത് ഒരു അതിഥി തൊഴിലാളി കേരളത്തിൽ വന്ന് സുന്ദരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം മലയാളികളും യൂറോപ്പിൽ പോയി സുന്ദരമായി ജീവിക്കണം. കാരണം ഈ പറഞ്ഞ ഒരേ സാഹചര്യങ്ങൾ തന്നെയാണ് ഇരു കൂട്ടർക്കും ഉള്ളത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പല വികസിത രാജ്യങ്ങളിലേക്കും പോകുന്ന മലയാളികൾ അവിടെയും പെടുകയാണ്. നാട്ടിലുള്ളതിനേക്കാളും കഷ്ടപ്പാടിലാണ് അവർ പിന്നീട് അവിടെ ജീവിക്കുക. കാരണം എന്താണ്? നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോയ പാഠം അവിടെയും ചെന്നിട്ട് പ്രാവർത്തികമാക്കുകയാണ്. അതിഥി തൊഴിലാളികൾ അത് ഇവിടെ ചെയ്യുന്നില്ല. കാരണം അവർ ദാരിദ്ര്യത്തിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് അവർ മോശമായിട്ടുള്ള പാഠങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല. ഇവിടെ ഈ പോഷ് കാണിക്കുക അല്ലെങ്കിൽ ഷോ ഓഫ് കണ്ട് ശീലിച്ചിട്ടുള്ള മലയാളികൾ യൂറോപ്പിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ചെന്ന് ഒന്ന് നേരെ നിന്ന് ശ്വാസം വിടാനാവുന്ന അവസ്ഥയിൽ തന്നെ ഇനി അതിനും പറ്റില്ല എന്നുള്ള രീതിയിൽ എടുത്താൽ പൊങ്ങാത്ത ലോണും എടുത്ത് വീടും കാറും ഒക്കെ, അതായത് അവനവനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നാട്ടിലെ അതിഥി തൊഴിലാളിയുടെ കാര്യം പറഞ്ഞ പോലെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ 99% മലയാളികളും ചെയ്യുന്നത് അവിടെ അത്യാവശ്യം നല്ല ജോലികൾ ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടിയാൽ പോലും ഈ ലോണിലെല്ലാം തീർക്കും. പറ്റാവുന്ന അത്രയും തുക, എത്ര കിട്ടുമോ അത്രയും വലിയ തുകകൾ തന്നെ ലോൺ എടുക്കും. വീട് വെച്ച് വിദേശത്ത് പെട്ടിരിക്കുന്ന മലയാളി, കാറ് വാങ്ങിപ്പെട്ടിരിക്കുന്ന മലയാളി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? മലയാളികളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള കുറേയധികം
മോശമായിട്ടുള്ള പ്രവണതകൾ, അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക. നിങ്ങളൊരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് എങ്ങനെയുള്ളൊരു ജീവിതമാണ് വേണ്ടത്? ഒരാൾ വന്ന് നോക്കുമ്പോൾ കൊള്ളാം, വീട് കൊള്ളാം, കാറ് കൊള്ളാം, സാഹചര്യങ്ങളൊക്കെ കൊള്ളാം എന്ന് ഒരിത്തിരി നേരത്തേക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് നിൽക്കുന്നതാണോ? അതായത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അതും ആരും ഇമ്പ്രസ്ഡ് ആവാനൊന്നും പോകുന്നില്ല. ഇതിനപ്പുറത്തുള്ളത് പലയിടത്തും കിടക്കുകയാണ്. ആളുകൾ കുറ്റം പറയില്ല, കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. പക്ഷെ അതിനു വേണ്ടി നിങ്ങളുടെ ബാക്കി സമയം മുഴുവൻ, ജീവിതകാലം മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. അതൊന്നും ആരും അറിയുന്നില്ല. നിങ്ങളുടെ ജീവിതം നരകത്തിലാക്കിയിട്ട് നിങ്ങൾ ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഈ പെടാപ്പാട് പെടുന്നത്? അതേസമയം വേറൊരു വീട്ടിലൊരാൾ വരുന്നു, അവർ നോക്കുമ്പോൾ വീടൊക്കെ വളരെ മോശമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇവർ ജീവിക്കുന്നത്? ഒരുപക്ഷെ അവരുടെ കയ്യിൽ നല്ലൊരു സേവിങ്സ് ആയിട്ടുണ്ടാകും, എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വീട് പണിയാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരവിടെ തന്നെ താമസിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു വീടും കാര്യങ്ങളുമൊക്കെ ചെയ്യും. പക്ഷേ അത്ര നാളും അവരുടെ പഴയ വീട് കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഇവർ വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് കരുതും. എനിക്കത് പ്രശ്നമില്ല എന്ന് തീരുമാനിക്കണം. മറ്റുള്ളവരെ കണ്ടാൽ മോശമല്ല എന്ന് കരുതിയിട്ട് ആവശ്യത്തിന് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുൻപേ തന്നെ ലോൺ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതാണ് പലരുടെയും അവസ്ഥ. ചെറിയ തുകയാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് പോരല്ലോ, അത്യാവശ്യം വലുത് തന്നെ വേണം എല്ലാവർക്കും. അവനവനെ അറിയുക, തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെത്താൻ അറിയുമെന്ന് പറയും. അതായത് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ പണ്ടുള്ള ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് എന്നൊക്കെയാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ബിൽഗേറ്റ്സിൻ്റെയും മാർക്ക് സക്കർബർഗിൻ്റെയും ഒക്കെ കഥ പറഞ്ഞിട്ടാണ് പ്രചോദനം നൽകുന്നത്. അവരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ കോളേജ് പഠിത്തം നിർത്തിയത് അവർക്ക് പഠിക്കാൻ കഴിയില്ലായിട്ടല്ല, അവരെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർമാർക്ക് പോലും അവർക്കറിയാവുന്ന അത്ര പോലും അറിയില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ ഇനിയും ഒരു 2 വർഷം ഈ ഡിഗ്രി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് നഷ്ടമാണെന്ന് കരുതിയിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ടായിട്ട് അവർ പോയി കമ്പനി തുടങ്ങി. അതാണ് സംഭവിച്ചത്. പക്ഷേ ഈ കഥയും പറഞ്ഞു, ഒന്ന് ചിന്തിക്കുക, 800 കോടി മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അതിൽ 10 പേര് സക്സസ് ആയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ഉദാഹരണം നിങ്ങളൊരു സാധാരണക്കാരനോട് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യുന്നയാളെ, അത് നല്ലൊരു പ്രവണതയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം പ്രയത്നിച്ചിട്ടും ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ തോറ്റുപോയൊരു ഉദാഹരണം മാത്രം എടുക്കുകയാണെങ്കിൽ അത് തന്നെ ബിൽഗേറ്റ്സിനെ പോലെ തന്നെ വരേണ്ടവർ ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കഥ എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കാണും. പിന്നെയല്ലേ പ്രയത്നിക്കാത്തവരുടെ? അതായത് വിജയിച്ചവരെ മാത്രം, വിജയിച്ച് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ മാത്രം കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെയും അവഗണിച്ചുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇതേ പ്രവണത തന്നെയാണ് നമ്മുടെ നാട്ടിലും കാണുന്നത്. മറ്റുള്ളവർ അതുണ്ട്, അല്ലെങ്കിൽ കാശുള്ളവൻ പലതും കാണിക്കുന്നു. ഒരുപാട് കാശുള്ള ആളുകൾ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് തന്നെ അവരുടെ വിവാഹങ്ങളും ആഘോഷങ്ങളും വീടും കാറും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഇതെല്ലാം കണ്ട് പെട്ടുപോകുന്നത് ഭൂരിഭാഗം വരുന്ന മിഡിൽ ക്ലാസ്സുകാരാണ്. അവരും അതിനോടൊപ്പം പിടിക്കാൻ നോക്കുന്നു. അതാണ് ഇവിടെ പ്രശ്നം. ഏറ്റവും ദരിദ്രരായിട്ടുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പ്രഷറുകളൊന്നുമില്ല. അവരാണ് ഏറ്റവും സുഖമായി ജീവിക്കുന്നതെന്ന് അവർ മാത്രം അറിയുന്നില്ല. ഈ പറയുന്ന പോലെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ഈ കോടീശ്വരന്മാർ കാണിക്കുന്ന ഷോ ഓഫ് ഒന്നും അവരെ ബാധിക്കുന്നില്ല. അവർക്ക് അവരുടെ അവസ്ഥ അറിയാം. എന്നാലും അവരും അസംതൃപ്തരാണ്. എന്നാൽ അവരുടെ ഒരു സാഹചര്യത്തിൻ്റെ ഗുണം മനസ്സിലാക്കുന്നില്ല. പെട്ടുപോകുന്നത് എപ്പോഴും മിഡിൽ ക്ലാസ്സുകാരാണ്. അവരാണ് ഭൂരിഭാഗവും എന്ന് പറയാം. അത് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് മിഡിൽ ക്ലാസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാമൂഹിക ഘടന അനുസരിച്ചിട്ട് ഈ ഇടത്തരക്കാരാണ് പെട്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച സന്ദേശം എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.